ആസിം റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടുകാരൻ അവിടെന്ന് വിളിക്കുകയാണ്. വിളിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, പ്രിയപ്പെട്ട കൂട്ടുകാരാ, നിനക്കൊരു പ്രയാസം വന്നാ, നൊമ്പരം വന്നാല്, കണ്ണുനീര് വന്നാല് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ എന്താ ചെയ്യേണ്ടെന്ന് എന്നറിയോ? എന്നോട് നീ വിളിച്ചിട്ട് ചോദിക്കണം. എന്നോട് വിളിച്ചിട്ട് ചോദിക്കണം, നിനക്ക് സമ്പത്തിനാണോ അതല്ല വേറെ വല്ലതിനുമാണോ ആവശ്യമുള്ളത്? എന്നാ നീ എന്നോട് വിളിച്ചെന്ന് ചോദിച്ചു പോയാ അതിനുള്ള പരിഹാരം ഞാൻ തരുമെന്നവിടെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു തആല അൻഹു ശരി കൂട്ടുകാരാ എന്ന് പറഞ്ഞുകൊണ്ട് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് കടന്നുകൂടുകയാണ്. അന്നൊരു ദാരിദ്ര്യമില്ല, അന്നൊരു പ്രയാസമില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ്, ശ്രദ്ധിച്ചോ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആസിം റളിയല്ലാഹു അൻഹുവിന് വല്ലാത്തൊരു പ്രയാസം വരുന്നത്. വേണമെങ്കിൽ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ വിളിച്ചാ, സഹോദരനെ വിളിച്ചാൽ സഹായിക്കാതിരിക്കില്ല. അവിടെ വെച്ചുകൊണ്ട് ആസിം റളിയല്ലാഹു തആല അൻഹു നിറഞ്ഞ മനസ്സോടെ അവിടെ നിന്ന് വിചാരിക്കുകയാണ്, റബ്ബേ, എനിക്കെന്റെ റബ്ബുണ്ടല്ലോ, എനിക്കെന്റെ പടച്ച തമ്പുരാനുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്റെ റബ്ബിലേക്കൊന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് ആസിം റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, മണൽപ്പരപ്പിലൂടെ കടന്നു പോവുകയാ. ആ മണപ്പരപ്പിൽ ചെന്നുകൊണ്ട് വുളുവെടുക്കുകയാണ്. അവിടെ വെച്ചുകൊണ്ട് വുളുവെടുത്തുകൊണ്ട് നിസ്കരിക്കുകയാ. നിസ്കരിച്ചുകൊണ്ട് അവിടെ നിന്നതാ ദുആ ചെയ്യുകയാ. യാ മുസബ്ബിബൽ അസ്ബാബ്, യാ മുഫത്തിഹൽ അബ്വാബ്, യാ സാമിഅൽ അസ്വാത്, യാ മുജീബദ് ദഅവാ, യാ ഖാളിയൽ ഹാജാ, ഇക്ഫിനി ബിഹലാലിക അൽ ഹറാമിക വബിഫളിലിക അമ്മൽ സിവാ. ആസിം റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യാണ്. യാ മുസബ്ബിബൽ അസ്ബാബ്, അല്ലാഹുവേ, കാരണങ്ങൾ തന്ന കാരണങ്ങളെ മാറ്റാൻ പല കാരണങ്ങളിലൂടെ എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ചു തരുന്ന അല്ലാഹ്, യാ മുഫത്തിഹൽ അബ്വാബ്, എല്ലാ കവാടങ്ങളെയും എനിക്ക് വേണ്ടി തുറക്കുന്ന അല്ലാഹ്, യാ സാമിഅൽ അസ്വാത്, അല്ലാഹുവേ, കരുണക്കടലായ അല്ലാഹ്, എവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്താലും, എന്റെ മകളെ കെട്ടിക്കുന്ന കാര്യം പറഞ്ഞാലും, എന്റെ കച്ചവടത്തിന്റെ കാര്യം പറഞ്ഞാലും, എന്റെ ബിസിനസിന്റെ കാര്യം പറഞ്ഞാലും, ഏതു പറഞ്ഞാലും തമ്പുരാനേ, എന്റെ മക്കൾ രോഗമായി കിടക്കുന്ന കാര്യമാണോ, ആ ഒരു രോഗത്തെ പറ്റി പറഞ്ഞാലും കരുണക്കടലായ അല്ലാഹ്, നീ അത് കേൾക്കുന്നുണ്ട് റബ്ബേ. യാ മുജീബദ് ദഅവാ, അല്ലാഹുവേ, ചോദിക്കുന്ന ചോദ്യം മനസ്സറിഞ്ഞ് കേട്ടുകൊണ്ട് ഉത്തരം തരുന്ന അല്ലാഹ്, യാ ഖാളിയൽ ഹാജാ, അല്ലാഹുവേ, എന്റെ ആഗ്രഹങ്ങൾ അറിഞ്ഞിട്ട് ആ ആഗ്രഹത്തിന് അറിഞ്ഞുകൊണ്ട് എന്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന അല്ലാഹ്, ഇക്ഫിനി ബിഹലാലിക അൽ ഹറാമിക വബിഫളിലിക അമ്മൽ സിവാ. യാ അല്ലാഹ്, ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോ മകളെ കെട്ടിക്കാൻ സമയമായെന്ന് പറഞ്ഞിട്ട് പലിശയിലേക്ക് പോകുന്ന ഒരു ഗതികേട് എനിക്ക് തരല്ലേ അല്ലാ. എന്റെ മകളെ കെട്ടിക്കാനാണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള സ്വർണം പണയം വെച്ചിട്ട് അതിൽ പലിശയാകുന്നതിൽ പെടുത്തല്ലേ അല്ലാ. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്നൊരവസ്ഥ എനിക്ക് തരല്ലേ അല്ലാ.
പടച്ച റബ്ബേ നിന്റെ ഔദാര്യത്തിൽ നിന്ന് നീ എനിക്ക് തരണേ അല്ലാ. ഈ ഒരു ചെറിയ ദുആ അവിടുന്ന് ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു അൻഹു അവിടുന്ന് ചൊല്ലുകയാണ്. നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടുകയാ. സലാം വീട്ടിയിട്ടൊന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഒരു പ്രാവ് പറന്നു വന്നു. ആ പ്രാവ് പറന്നു വന്നിട്ട് ഒരു കിഴി അങ്ങോട്ടിടുകയാണ്. ഒരു കീശ താഴെയിട്ടു. അതെടുത്തു കൊണ്ട് നോക്കുമ്പോഴോ വസമാനൂന ദീനാറാ, 80 ദീനാറുകളാണ്. 80 ദീനാറുകളാ. എവിടെന്നാ റബ്ബ് കൊണ്ടുവന്നത്? എന്റെ പടച്ച റബ്ബിനോട് ദുആ ചെയ്തപ്പോ എന്റെ കൂട്ടുകാരനോട് പറയാതെ, മറ്റൊരാളോട് എന്റെ ആവലാതി ബോധിപ്പിക്കാതെ, യാ അല്ലാ എല്ലാത്തിനും കഴിയുന്നത് നീയാ. എന്റെ പൊന്നുപ്പാക്ക് ക്യാൻസറായി കിടക്കുകയാണ്. എന്റെ ഉമ്മാക്ക് ക്യാൻസറായി കിടക്കുകയാണ്. എന്റെ ഭർത്താവിന് ക്യാൻസറായി കിടക്കുകയാ. യാ സാമിഅൽ അസ്വാത്, എന്റെ ശബ്ദത്തെ ശ്രവിക്കുന്ന റബ്ബേ, ഞാൻ ഈ ദുആ ചൊല്ലിയിട്ട് ചോദിക്കുന്നു അല്ലാ, ആ രോഗത്തിനെ മാറ്റണമെന്ന് പറഞ്ഞിട്ട് ഈ ദുആ ഒന്ന് ചെയ്തു പോയാ അവന്റെ പ്രയാസങ്ങൾ അല്ലാഹു മാറ്റുകയാണ്. മരിക്കുന്ന സമയം വരെ മറ്റൊരാളുടെ മുമ്പിൽ പോയി കൈനീട്ടി യാചിക്കുന്നൊരു ഗതികേട് വരൂല്ല. അതുകൊണ്ട് ഇന്ന് ഇവിടെ വെച്ചിട്ട് നിറഞ്ഞ മനസ്സോടെ ഒന്ന് പഠിച്ചുകൊള്ളുക. അല്ലാഹുവേ, ഇത് ജീവിതത്തിൽ എഴുതിയെടുത്ത് പഠിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തരണേ അല്ലാ. ആമീൻ പറയും. അല്ലാഹ് നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരണേ പടച്ചോനെ. എല്ലാരും ഉറക്കെ പറയും. ഉപ്പമാരൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ചൊല്ലാം. യാ മുസബ്ബിബൽ അസ്ബാബ് ഒന്ന് പറയും. യാ മുസബ്ബിബൽ അസ്ബാബ് ഒന്ന് പറഞ്ഞോളി. ബാക്കി എന്താ പറഞ്ഞേ? യാ മുജീബദ് ദഅവാത്. ഈ ദുആ വളരെ കറക്റ്റായി നമ്മൾ ചെയ്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിക്കുമെന്നാണ്. ആരെ പറഞ്ഞെന്നറിയോ? പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനെ നമ്മുടെ മുമ്പിലേക്ക് ഇതേ കോലത്തിൽ എത്തിച്ചു തന്ന ബഹുമാനപ്പെട്ട ആസിം റളിയല്ലാഹു തആല അൻഹു. അവർക്ക് അല്ലാഹു തആല ആ ദാരിദ്ര്യത്തിൽ എവിടെ നിന്ന് കിട്ടാനാ? ഈ ദുആ ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴേക്കും അവിടെ നിന്നൊരു പ്രാവ് പറന്നു വന്നിട്ട് ഇത് കൊണ്ടു കൊടുത്തു. അല്ലാഹു ഇത് ചൊല്ലാനുള്ള സൗഭാഗ്യം തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇതിനെ ഇപ്പൊ എഴുതിയെടുത്ത് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ, എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, ബഹുമാനപ്പെട്ട ഖാദിർ സാഹിബിനെ പോലുള്ളവർ ഇതിപ്പോ ലൈവ് ചെയ്യുന്നുണ്ട്. അതുപോലെ പിന്നെ ന്യൂസിലാൻഡിലൂടെ വളരെ കറക്റ്റ് ആയിട്ട് വിട്ടുകൊടുക്കുന്നുണ്ട്. ഈ ദിവസവും ഈ സ്ഥലവും ഓർമ്മ വെച്ചാൽ അവരത് ഇടുമ്പോൾ ആ സ്ഥലം നോക്കി വളരെ കറക്റ്റായി നിങ്ങൾക്ക് അതിനെ എഴുതിയെടുത്ത് പഠിക്കാൻ പറ്റും. അള്ളാഹു ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഒരു സദസ്സാക്കി അള്ളാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾ ഇന്നിവിടെ നിന്ന് പോകുമ്പോൾ എന്തെങ്കിലും മരിക്കണ സമയം വരെ എങ്കിലും ചൊല്ലാനുള്ള എന്തെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് കിട്ടണം ഇൻഷാ അല്ലാഹ്. ഇനി 3 ദുആ ഇനി ബാക്കിയാണ്. ഇനി 3 ദുആ ഇനി നമുക്ക് ബാക്കിയാണ്. സമയം വളരെ പെട്ടെന്ന് പോവാൻ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹു എന്ത് പരീക്ഷണങ്ങൾ തന്നാലും എത്ര കഷ്ടതകൾ തന്നാലും ഇതൊക്കെ അള്ളാഹുവിലേക്കൊന്ന് എടുത്തു വെക്കുക. അത് റബ്ബ് തരുന്ന വല്ലാത്തൊരു സന്തോഷമാണ്. അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യുമ്പോ, അല്ല ഇപ്പൊ രോഗമാണ് എന്നാലും പടച്ചോൻ അങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നു. വേറെ എത്രയോ നല്ല പിന്നെ ആരോഗ്യമുള്ള സമ്പത്തുള്ള ആളുകൾ, അവർക്ക് അള്ളാഹു എന്തുകൊണ്ട് രോഗം കൊടുത്തില്ല? പടച്ച റബ്ബ് എനിക്ക് മാത്രമല്ലേ തന്നത്. അങ്ങനെ പറയല്ലേ. ഇല്ല മരിക്കോകില്ല പടച്ചോൻ വീതിച്ചാലല്ല രോഗം മതു കാരണമാ പടച്ചോൻ തരുന്നതുമാ പഴിക്കാതിരിക്കുമെങ്കിൽ കൽബ് കൊടുക്കുമെങ്കിൽ ആ പുണ്യ നൂറോളിവ് പറഞ്ഞ നിലാവൊളിവ് അൽഹംദു ചൊല്ലിയെന്ന റഹ്മത്തിൻ മാലാകയാ
പടച്ചോനോടൊന്നു ചോദ്യമോ ഇല്ല ആരോഗമതാ. ഏതെങ്കിലും ഒരു പ്രയാസം വന്നു, രോഗം വന്നു, നൊമ്പരം വന്നു, ആ സമയത്ത് പടച്ച റബ്ബിലേക്കൊന്ന് കരമുയർത്തിയിട്ട് അൽഹംദുലില്ലാ ഞാൻ സഹിക്കുന്നു റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ദുആ ചെയ്തു പോയാൽ ഇന്നിവിടെ കടന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മ, അല്ലാഹു നിങ്ങളുടെ കാര്യങ്ങളിൽ എളുപ്പം തരികയാണ്. ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോയാൽ പച്ച മണ്ണിൽ സന്തോഷം തരികയോ. നാളെ മഹ്ശറയിൽ അല്ലാഹുവേ പിടിച്ചു നിർത്തിയിട്ട് പ്രയാസപ്പെടാത്ത ഒരവസ്ഥ നമുക്ക് അല്ലാഹു തരാൻ പോവുകയാണ്. അതിനിവിടെ വെച്ചുകൊണ്ട് എന്ത് വന്നാലും അൽഹംദുലില്ലാ. പെട്ടെന്ന് പോകുന്ന വഴിക്ക് വാഹനം ഒന്ന് മുട്ടി, നമ്മുടെ വാഹനം മറ്റൊരു വാഹനത്തിലേക്ക് മുട്ടി, നമ്മളെന്താ ചെയ്യുക? നേരെ ചെന്നിട്ട് അവന്റെ ഉമ്മാക്കും വിളിക്കും, പാപ്പാക്കും വിളിക്കും, വേണം പൊട്ടിക്കുകയും ചെയ്യും. അതേസമയം അൽഹംദുലില്ലാ എന്നൊന്ന് പറഞ്ഞാൽ മറ്റത് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ട് സംഭവം കഴിഞ്ഞു. അവൻ ചീത്ത വിളിച്ചപ്പോ ദുനിയാവിന്റെ ആ ഒരു സങ്കടം അങ്ങോട്ട് മാറി. ഈ ഒരു അൽഹംദുലില്ലയാണ് പറയുന്നതെങ്കിൽ എല്ലാ സ്ഥലത്തും അവർക്ക് വിജയമാണ്. ലോകത്തിന്റെ രാജകുമാരൻ നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അല്ലാഹു തആല അങ്ങനെ പരീക്ഷിക്കുക. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ ഇനി പറയുകയാണ് പരീക്ഷണത്തിന്റെ വേറൊരു ഘട്ടം ഏതാ? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വത്തമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പരീക്ഷണത്തിന്റെ വേറൊരു ഘട്ടം അല്ലാഹു തആല പറയുന്നത് എങ്ങനെയാണ്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. അല്ലാഹു ഭയം തന്നുകൊണ്ട് പരീക്ഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് പുറത്തിറങ്ങാൻ കഴിയുന്നില്ലല്ലോ. മ്യാൻമാറിന്റെ പാവപ്പെട്ട ചെറുപ്പക്കാര് പൊട്ടിക്കരയുകയാ. മ്യാൻമാറിന്റെ പാവപ്പെട്ട ചെറുപ്പക്കാരും കരയുകയാ. അല്ലാഹുവേ, പുറത്തിറങ്ങാൻ കഴിയാതെ വിഷമിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചാനലുകാർ അവരോട് സംസാരിക്കുമ്പോ ബുജൈറ എന്ന് പറയുന്ന പാവപ്പെട്ട പൊന്നുമോളെന്താ പറഞ്ഞത്? എന്റെ ഭർത്താവിനെ എനിക്ക് പുറത്തേക്ക് വിടാ, എനിക്കെന്റെ മനസ്സുകൊണ്ട് കഴിഞ്ഞിട്ടില്ല. എന്റെ ഭർത്താവ് ജോലിക്ക് വേണ്ടി പോകാത്തത് കൊണ്ട് എന്റെ കുടുംബം പട്ടിണിയാ, എന്റെ മക്കള് പട്ടിണിയാ. പക്ഷേ എന്റെ പൊന്നുമക്കള് കരയുമ്പോ, അവര് വേദനിക്കുമ്പോ, അവര് പ്രയാസപ്പെടുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയും, മോളെ, അവരെന്നെ കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, അവരെന്റെ കഴുത്തറുക്കുന്നെങ്കിൽ അറുക്കട്ടെ, അവരെന്നെ വലിച്ചു കീറുന്നെങ്കിൽ അവരെന്നെ വലിച്ചു കീറട്ടെ, കമ്പി കൊണ്ടെന്റെ വായിലൂടെ കുത്തി ഇറക്കുന്നെങ്കിൽ അവരിറക്കട്ടെ. എന്റെ പൊന്നുമക്കള് കിടന്നുകൊണ്ട് കരയുന്നത് കാണുമ്പോ അത് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് സുബ്ഹാനല്ലാഹ് പിന്നെ തിരിച്ചു വന്നിട്ടില്ല. നമ്മൾ മനസ്സുകൊണ്ട് വിചാരിച്ചതുപോലെ എന്റെ ഭർത്താവിന്റെ കൈ അവരറുത്ത് മാറ്റിയല്ലോ, എന്റെ ഭർത്താവിന്റെ കാലവരറുത്ത് മാറ്റിയല്ലോ. ഇനി എനിക്ക് ആകപ്പാടമുള്ളത് മുഹമ്മദ് ബുഹാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരനാണ്. അവനും ജോലിക്ക് പോകാൻ എന്തെങ്കിലും കിട്ടുമെങ്കിൽ അത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് പോകാവൊരുങ്ങുമ്പോ എനിക്ക് പേടിയാ, അവനെ ഞാൻ പറഞ്ഞു വിടൂല്ല, പേടിയാട്. ഇന്ന് ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കാൻ പേടിയാ. അല്ലാഹുവേ, മുഹമ്മദ് അഖ്ലാഖ് എന്ന് പറയുന്ന പാവപ്പെട്ട വയോവൃദ്ധനായ താടി വെച്ചുപോയ പ്രിയപ്പെട്ട മുസൽമാനായ മനുഷ്യരെ അവിടെ തല്ലിച്ചതക്കുമ്പോ അതുപോലെയുള്ള ഉപ്പമാർക്കുന്ന് വെളിയിലിറങ്ങാൻ പേടിയാണല്ലോ. അള്ളാഹുവിന്റെ പരിശുദ്ധമായ പരിപാവനമായ ഖുർആൻ മനപ്പാഠമാക്കിയ ഹാഫിദ് ജുനൈദിനെ പോലെ ഉള്ള പാവപ്പെട്ട മക്കള് ഇന്നതാ പുറത്തിറങ്ങാൻ പേടിയാൻ. അവന്റെ കൂടെ പഠിച്ചവൻ മുഹമ്മദ് റിളുവാൻ അവൻ എന്താ പറഞ്ഞു എന്നറിയോ? ഉമ്മ, ഞാൻ 7 ജിസ്വാന് മനപ്പാഠമാക്കിയത്
ഇനി ഞാൻ പഠിക്കുന്നില്ല, ഇനി എൻ്റെ ഉമ്മാന്റെ ചാര വിറ്റിട്ട് ഞാൻ ഇനി എങ്ങോട്ടും പോകൂല്ല. ഞാൻ പുറത്തിറങ്ങിയാൽ എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദിനെ അവർ അറുത്തു മുറിച്ചതുപോലെ അവരെന്നെ കൊല്ലൂലെ ഉമ്മാ. പേടിയാണ് സഹോദരങ്ങളെ, പേടിയാ. ഇന്ന് ദുനിയാവിന്റെ പുറത്തുകൂടെ നടന്നു പോകാൻ പേടിയാണ്. അല്ലാഹുവേ, അതുകൊണ്ട് പടച്ച റബ്ബ് പറയാ, വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്. പടച്ച റബ്ബ് ഒന്നാമത് ഭയം കൊടുത്തത് ആർക്കെന്നറിയോ? ലോകത്തിന്റെ രാജകുമാരനായ നബിയേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. വിശദീകരിക്കുന്നില്ല. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു എന്തെന്നറിയോ? അൽജൂ, പടച്ചവൻ വിശപ്പ് തന്നുകൊണ്ട് പരീക്ഷിക്കുമെന്നാണ്. എന്റെ പെങ്ങളെ, നമുക്കും നന്നത്തെ പോലത്തെ വിശപ്പുണ്ടോ? ഇത് വല്ലാത്ത വിശപ്പിനെ പറ്റിയല്ല പടച്ച റബ്ബ് പറഞ്ഞത്. അവിടെ അറിയിക്കുന്ന തൻവീനുണ്ടല്ലോ, അൽ ഖലീൽ, അത് കുറവിനെയാണ് സൂചിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരുപാട് വിശപ്പല്ല, കുറച്ച് വിശപ്പ്, കുറച്ചു ദാഹം, കുറച്ചു പട്ടിണി, മഴയില്ല, ഇതൊക്കെ ഈ ഗണത്തിൽ പെടാം എന്റെ പ്രിയപ്പെട്ട സഹോദര. അതുകൊണ്ടൽ വിശപ്പ് തന്നുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കുമെന്നാണ്. നമുക്കറിയുമല്ലോ, ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. ആരാ വീട്ടിലേക്കൊന്ന് കടന്നു വരുന്ന എന്നറിയോ? ഇന്നിവിടെ കടന്നിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു വരുന്നത് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ രാജകുമാര മുഹമ്മദ് മുസ്തഫ. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കടന്നു വരുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ വിദൂരത്തുനിന്ന് കാണുമ്പോഴേ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ മനസ്സൊന്ന് പിടഞ്ഞു പോവുകയാണ്. എന്തേ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മനസ്സ് പിടയുന്നത്? അല്ലാഹുവിന്റെ റസൂൽ കടന്നു വന്നിട്ട് വഴക്കു പറയോ, റസൂലുള്ള എന്തെങ്കിലും പറയോ എന്ന് ഓർത്തിട്ടല്ല പ്രിയപ്പെട്ട പെങ്ങളെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് റസൂലുള്ളാഹിന്റെ വരവ് കണ്ടപ്പോ വിശന്നത് കൊണ്ടാ റസൂലുള്ള വരുന്ന എന്ന് മനസ്സിലാക്കി ആയിഷ ബീവി പ്രിയപ്പെട്ട അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട സഹചാരിയുടെ പൊന്നുമോക്ക് വല്ലതും കൊണ്ടുവന്നുകൊണ്ട് കൊടുത്തു കാണുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കടന്നു വരികയാ. വീട്ടിന്റെ ഉള്ളിലേക്ക് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ഉള്ളിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നിരിക്കുമ്പോ, എന്റെ പെങ്ങളെ, ഇന്നിവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു ഉമ്മ തന്റെ പ്രിയപ്പെട്ട ഭർത്താവും കടന്നു വന്ന നിറഞ്ഞ മനസ്സോടെ ഓടിപ്പോയിട്ട് ഭക്ഷണം കൊടുക്കുന്ന പെങ്ങളെ, ഇവിടെയതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല ചെന്നിട്ട് ചാറയിരിക്കുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കടന്നു ചെന്നിട്ട് അവിടെ അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തിരിക്കുന്നു. അവിടുന്ന് കവിളതാ റസൂലുള്ളാഹിന്റെ ആ സമക്ഷത്തിലേക്കൊന്ന് വെക്കുകയാണ്, തോളത്ത് വെക്കുകയാണ്. ഫമസഹ ബിയദിഹി അലാ ബത്നിഹി മിമ്മാ അറാബിഹി മിനൽ ജൂ. സുബ്ഹാനല്ലാഹ്, സഹിക്കാൻ കഴിയുന്നില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിന്റെ വിശപ്പ് മാറ്റാ, മുസ്തഫ നബി തങ്ങളുടെ വിശപ്പ് മാറ്റാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടത്തേക്കൊന്ന് കടന്നു ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ വയറ്റത്ത് ഇങ്ങനെ തടവുകയാണ്. ആർക്കാ പെങ്ങളെ സഹിക്കാൻ പറ്റുക? ഏറ്റവും കൂടുതൽ വിശപ്പ് സഹിച്ചു പോയത് റസൂലുള്ളയാണല്ലോ. അതുകൊണ്ടല്ലേ ഒരു വേള നിസ്കരിച്ചു കൊണ്ട് നിൽക്കുമ്പോ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ കഥ അവിടെ നിൽക്കട്ടെ. ലോകത്തിന്റെ രാജകുമാരന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട മക്കൾ പൊട്ടി കരയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചെന്നിട്ട് പറഞ്ഞല്ലോ, മോളെ ഫാത്തിമ, ആ പൊന്നുമക്കളുടെ വിശപ്പ്
വിശപ്പൊന്ന് മാറ്റാവോ, പൊന്നുമക്കളുടെ പട്ടിണി മാറ്റാവോ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ അല്ലാഹുവേ അവിടെ നിന്ന് മറുപടി കൊടുത്തില്ല. ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, മൂന്നാമത്തെ പ്രാവശ്യം റസൂലുള്ളാഹി തങ്ങൾ ചെന്നിട്ട് പറയാ, ഓ ഫാത്തിമ, അവരുടെ കണ്ണുനീര് മാറ്റോ, എന്തുകൊണ്ടാ പൊന്നുമോളെ നിന്നെ കൊണ്ട് കഴിയാത്തത് എന്ന് പറയുമ്പോ കരഞ്ഞു തിളങ്ങുന്ന മനസ്സോടെ പറഞ്ഞു പോവുകയാണ്, പ്രിയപ്പെട്ട ഉപ്പാ, ദിവസങ്ങളായി പട്ടിണിയാണല്ലോ, ദിവസങ്ങളായി നൊമ്പരത്തിലാണല്ലോ, ദിവസങ്ങളായി കണ്ണുനീരിലാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ട ഉപ്പാ, എന്റെ ഭർത്താവിനോട് ഞാൻ വിശന്നിട്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല, പട്ടിണി കിടന്നു പോയതാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമക്കൾ അമ്മിഞ്ഞ പാല് കുടിക്കാൻ പൊട്ടിക്കരയുമ്പോ ആ കരയുന്ന സമയത്ത് എന്റെ മാറിടത്ത് എന്റെ പൊന്നുമക്കളുടെ പൊൻവരണ ചുണ്ടിൽ വെച്ച അതിൽ നിന്ന് രക്തമല്ലാതെ ഒന്നും വരില്ല ഉപ്പാ. അല്ലാഹുവേ, റസൂലുള്ളാഹിന്റെ കണ്ണുകൾ നിറഞ്ഞു പോവുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമാന്റെ വർത്തമാനം കേൾക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇറങ്ങി ഓടുകയാണ്. ഓടിച്ചെല്ലുമ്പോൾ ഒരു അറാബിയായ മനുഷ്യനെ കാണുകയാ. ആ മനുഷ്യനോട് പറയുന്ന, സഹോദരാ, എന്തെങ്കിലും ഒരു ജോലി തന്നാ, എന്തെങ്കിലും ഒരു ജോലി തന്നാ ഞാൻ ജോലി ചെയ്തു കൊള്ളാ, അതിനുള്ള ഒരു വരുമാനം എനിക്കൊന്ന് തന്നാ മതി എന്നാണ്. ആ മനുഷ്യൻ പറഞ്ഞു, സഹോദരാ, ആ വന്ന റസൂലുള്ളാഹിയാണെന്നറിഞ്ഞിട്ടില്ല, ആ വന്ന റസൂലുള്ളയാണെന്നറിഞ്ഞിട്ടില്ല. അവിടെ നിന്ന് പറഞ്ഞു, ഈ കാണുന്ന ഈത്തപ്പന തോട്ടങ്ങൾ കണ്ടോ, ഇതിന്റെ ഓരോ ഈത്തപ്പനക്ക് ഓരോ തൊട്ടി വെള്ളം കോരിയാൽ 3 ഈത്തപ്പഴം വെച്ച് തരാമെന്ന് പറയുമ്പോ കരളിന്റെ കരളായ റസൂലുള്ളാഹ്, ചെറുപ്പക്കാരാ, ആരുടെ കഥയാ? മുത്തുനബിയുടെ കഥയാണ്. അല്ലാഹുവിന്റെ റസൂല് കടന്നു ചെന്നിട്ട് അവിടെ നിന്ന് കോരുകയാണ്. ഒരു തൊട്ടി വെള്ളം കോരി, 2 കോരി, 3-ാമത്തെ തൊട്ടി വെള്ളവും കോരി. അല്ലാഹുവേ, 4-ാമത്തെ തൊട്ടി വെള്ളം അങ്ങ് കോരുമ്പോഴേക്ക് അവിടെ നിന്ന് തൊട്ടി അങ്ങ് പൊട്ടി കിണറ്റിലേക്ക് വീഴുകയാണ്. അറാബിയായ മനുഷ്യൻ ഓടി വന്നിട്ട് ലോകത്തിന്റെ രാജകുമാരന്റെ കവിൽ തടത്തടിക്കുമ്പോ അല്ലാഹുവേ, സഹിക്കാൻ പറ്റുമോ? ആരെയാണ് അടിക്കുന്നത്? മദീനത്തിന്റെ മണവാളനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ റസൂലുള്ളാഹി തങ്ങൾ കിണറ്റിറങ്ങിയിട്ട് ആ തൊട്ടിയെടുത്തു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സഹോദരാ, 3 തൊട്ടി വെള്ളം ഞാൻ കോരിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഒരു തൊട്ടി വെള്ളമായി 2ആയി 3ആയി 9 ഈത്തപ്പഴം എനിക്ക് തരണം. അതാ റസൂലുള്ളാഹി തങ്ങൾക്കത് കൊടുക്കുമ്പോ കവളത്തൊരു തുണി കൊണ്ട് അടിച്ച പാട് കാണാതിരിക്കാൻ കവളത്തൊരു തുണി കൊണ്ട് അവിടെ നിന്ന് മറച്ചു പിടിച്ചിട്ട് ഓടുകയാ. കരഞ്ഞ് കലങ്ങിയ പാവപ്പെട്ട പൊന്നുമക്കളുടെ മുമ്പിൽ ചെന്നിട്ട് ഫാത്തിമാനെ വിളിക്കുന്നു, മോളെ ഫാത്തിമ, ഈ ഈത്തപ്പഴം പൊന്നുമക്കൾക്കൊന്ന് വെച്ചു കൊടുക്കാവോ? പൊന്നാര മക്കളുടെ മുമ്പിൽ വെച്ച് കൊടുത്തു. ആ പൊന്നുമക്കൾ അതിങ്ങനെ കഴിക്കുന്ന കാണുമ്പോ റസൂലുള്ളാഹിക്ക് സന്തോഷം വരികയാണ്. അപ്പോഴാണ് പ്രിയപ്പെട്ട ഉപ്പ തുണി കൊണ്ടൊരു ഭാഗം മറച്ചു പിടിച്ചിരിക്കുന്നത് പൊന്നുമോള് കാണുന്നത്. ഉടൻ തന്നെ ഉപ്പാന്റെ ചാര വന്നിട്ട് പൊന്നുമകള് ചോദിക്കുകയാണ്, പ്രിയപ്പെട്ട ഉപ്പാ, നിങ്ങളെ അടിച്ചതാരാ? നിങ്ങളെ അടിച്ചതാരാ? എന്റെ ഉപ്പാ പറയുവോ? ലോകത്തിന്റെ രാജകുമാരൻ അവിടെന്ന് പറഞ്ഞു, പൊന്നുമോളെ, നിന്റെ ഉപ്പാ കടി കിട്ടിയാലെന്താ? നിന്റെ ഉപ്പാ കടി കിട്ടിയാലെന്താ? പൊന്നുമക്കളുടെ വിശപ്പ് മാറിയല്ലോ. എന്റെ പ്രിയപ്പെട്ട ഉപ്പാ, നമുക്കിതുപോലത്തൊരു വിശപ്പ് വന്നിട്ടില്ല, നമുക്കിതുപോലത്തൊരു ദാഹം വന്നിട്ടില്ല, നമുക്കിതുപോലത്തൊരു നൊമ്പരം വന്നിട്ടില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ,
വിശപ്പ് സഹിച്ചു പോയ റാണിയാണ് ഖദീജ ബീവി. വഫാത്താകുന്ന സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ ചെന്നിട്ട് ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരയിരുന്നല്ലോ. കോടിക്കണക്കാന സമ്പത്തുകളുമായിട്ട് പടച്ചവന്റെ ദീനിലേക്ക് വന്നുപോയ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവിടന്ന് പച്ചിലകളാ കടിച്ചു പോയത്. റസൂലുള്ള വന്നിട്ട് പറഞ്ഞു, ഖദീജ, എന്നോട് വെറുപ്പുണ്ടോ? ഒരുപാട് സമ്പാദ്യവുമായി കടന്നു വന്ന നിങ്ങൾക്ക് ഇവിടന്ന് കിട്ടിയതെല്ലാം പച്ചിലകളാണ്, നല്ലതുപോലൊന്നും കഴിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ ഖദീജ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിശപ്പും ദാഹവും ഒക്കെ സഹിച്ചത് നമ്മളൊന്നുമല്ല, നമ്മുടെ മദീനത്തിന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ നിസാര ഒരു സമയത്ത് എന്തെങ്കിലും ഒരു വിഷമം വന്നാൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ പടച്ചോനെ പഴിചാരരുത്, അതിനെ സഹിക്കണം, ക്ഷമിക്കണം. അൽഹംദുലില്ലാ, എന്തു വന്നാലും വിശപ്പ് സഹിച്ചാലും ആ സമയത്ത് അൽഹംദുലില്ലാ. നമ്മളെക്കാളും എത്രയോ ആളുകൾ അല്ലെ, മ്യാൻമാറിന്റെ അല്ലെ പാവപ്പെട്ട ചെറുപ്പക്കാർ, കൊച്ചുമക്കൾ പോലും ഒന്നും കഴിക്കാനില്ലാതെ വിശപ്പ് സഹിച്ചിട്ടെന്ന് കഴിയുന്നുണ്ട്. പടച്ച റബ്ബ് ശത്രുക്കളുടെ കുതന്ത്രത്തിൽ നിന്നും അവരല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. നല്ല മനസ്സോടൊന്ന് പറയുക. അള്ളാഹിനോട് ചോദിക്കുമ്പോഴും ആമീൻ പറയുമ്പോഴും അള്ളാഹ്ക്ക് വേണമെങ്കിൽ തന്നാൽ മതി, അത് പറ്റൂല, എൻ്റെ റബ്ബ് എനിക്ക് തരൂ എന്നുള്ള ബോധ്യത്തിൽ നിങ്ങൾ ആമീൻ പറയും. പടച്ച റബ്ബ് നമ്മളെ സ്വീകരിക്കട്ടെ. ഈ സദസ്സിരിക്കുന്നവർക്ക് ആർക്കെങ്കിലും എന്ത് പ്രയാസമുണ്ടോ, റബ്ബേ ഞങ്ങൾ നിന്നോട് ചോദിക്കാം, നിന്റെ അനുഗ്രഹത്തെ പറ്റി പറഞ്ഞിട്ട് ഞങ്ങൾ ചോദിക്കാം, നിന്റെ നിഅമത്തുകളെ പറ്റി. റബ്ബേ ഞങ്ങൾക്ക് എന്തെങ്കിലും പരീക്ഷണത്തിൽ നീ തന്നിട്ടുണ്ടെങ്കിൽ യാ അല്ലാഹ് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ പടച്ചോനെ. ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലും രോഗങ്ങളോ പ്രയാസങ്ങളോ ഉണ്ടെങ്കിൽ അല്ലാഹുവേ നീ അതൊക്കെ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കണ്ണുനീരും കഷ്ടതകളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പൊ ഒന്ന് ഭയമാണ്, പിന്നൊന്ന് വിശപ്പാണ്. പെട്ടെന്ന് പറഞ്ഞു, പിന്നെ അവിടെ നിന്ന് പറഞ്ഞു വനഖ്സിം മിനൽ അംവാൽ. ചില ആളുകൾക്ക് അള്ളാഹു പെട്ടെന്ന് സമ്പത്ത് കൊടുക്കും. ആ സമ്പത്ത് ഒരുപക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് ചുരുങ്ങും. അപ്പോ എന്താ പറ്റി അറിയണില്ലല്ലോ, എന്താ പറ്റിയെന്ന് അറിയുന്നില്ലല്ലോ. റബ്ബിന് ഇപ്പൊ എന്തോ എന്നോട് കുറച്ച് കോപമുണ്ടെന്ന് തോന്നുന്നുണ്ട്. അള്ളാഹുവിന് ഇപ്പൊ എന്നെ കൊണ്ട് എന്താ ചെയ്യാ റബ്ബേ, അള്ളാഹുവിന് എന്നാലും ഇങ്ങനെ ചെയ്യേണ്ടിയില്ലായിരുന്നല്ലോ. ഈ ഒരു പറച്ചിൽ നമ്മളിലേക്ക് വരാൻ പാടില്ല. സമ്പത്ത് തരുന്നതും അള്ളാഹുവാൻ, സമ്പത്ത് ചുരുക്കുന്നതും അള്ളാഹുവാൻ, എല്ലാ പരീക്ഷണങ്ങൾ തരുന്നതും അള്ളാഹുവാൻ. ആ പരീക്ഷണങ്ങളിൽ മുഴുവൻ അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, ഈ ഒരൊറ്റ ബോധം മതി, ഈ ഒരൊറ്റ ദിക്റ് മതി. ആ പോയത് മുഴുവനും അള്ളാഹു പഴയതുപോലെ നിങ്ങളിലേക്ക് എത്തിക്കുമെന്നാണ്. ഇല്ലേ, എന്ത് വന്നാലും അള്ളാഹിനോട് പറയാ, സമ്പത്ത് ചുരുങ്ങി, സമ്പത്ത് പെട്ടെന്ന് പോയി. അതിനാണ് മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു, ഉറക്കെ പറയും, മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു ആദരവായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ചെന്നു. നിങ്ങൾക്കറിയാവുന്ന ഒരു ദിക്ർ, വിഷമം വരുമ്പോ അല്ലെ, ഈ ദിക്ർ ചൊല്ലുന്ന ഒരാൾക്കും ദാരിദ്ര്യം അല്ലാഹു തആല കൊടുക്കൂല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ ഈ പറയുന്ന ദിക്ർ എല്ലാവർക്കും അറിയും, പക്ഷെ എന്തിനു വേണ്ടി എന്ന് പറയാ. മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു അൻഹുവിന്റെ സമക്ഷത്തിൽ ചെന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് നല്ലൊരു മകൻ ഉണ്ടായിരുന്നു, നല്ലൊരു മകൻ. ആ പ്രിയപ്പെട്ട പൊന്നുമകനെ ആളുകൾ കൊണ്ടുപോയിരിക്കുകയാണ്, ചങ്ങലക്കിട്ടിട്ട് ശത്രുക്കൾ കൊണ്ടുപോയി. തങ്ങളെ അല്ലാഹുവേ, ഒരുപാട് കൊല്ലം മാറ്റിനോറ്റ് കാത്തിരുന്നു പോയതാണ്. ആ പ്രിയപ്പെട്ട പൊന്നുമോനെ കൊണ്ടുപോയി ശത്രുക്കൾ ചങ്ങലക്കിട്ടിരിക്കുകയാണ്. മനസ്സു വേദനിക്കുന്നുവെന്ന് പറയുമ്പോ ലോകത്തിന്റെ രാജകുമാരൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ ഞാൻ ഒരു ദിക്റ് പഠിപ്പിക്കാം, ആ ഒരു ദിക്റ് നിങ്ങളും നിങ്ങളുടെ മകനോടും നിങ്ങളുടെ ഭാര്യയോടും ചെല്ലാൻ പറയുക. ആ ദിക്റ് ഏതെന്നറിയോ? നിങ്ങളൊക്കെ എപ്പോഴും ചെല്ലുന്ന ഒരു ദിക്റില്ല, ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മാലിക്കുൽ അശ്ജഈ റളിയല്ലാഹു തആല അൻഹു ഈ ദിക്ർ കേട്ടപാടെ ഓടുകയാണ്. പ്രിയപ്പെട്ട മകനോടും ചെന്ന് പറഞ്ഞു. പാതിരാത്രിയിൽ വീട്ടിന്റെ ഉള്ളിലേക്കും കടന്നു വരികയാണ്. അവിടെ ഇരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് നിറഞ്ഞ മനസ്സോടെ ചൊല്ലുകയാണ്. പ്രിയപ്പെട്ട ഭാര്യയും ആ ഭർത്താവും അവിടെ നിന്ന് ചൊല്ലി. അന്ന് പാതിരാത്രി തന്നെ അതാ വീട്ടിന്റെ വാതിലില് ആരോ കടന്നു വന്ന്
വന്നുകൊണ്ട് സലാം പറയുകയാണ്. പടച്ച റബ്ബേ, ആരാണ് കടന്നു വന്നുകൊണ്ട് സലാം പറയുന്നത്? ബഹുമാനപ്പെട്ടവരവിടന്ന് വാതിൽ തുറന്നു നോക്കുമ്പോഴോ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ശത്രുക്കൾ ചങ്ങല കെട്ടിവെച്ചിരുന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ ആ ചങ്ങല അഴിച്ചിട്ട് ഇതാ തങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കുകയാണ്. ഒറ്റക്കല്ല കടന്നു വന്നത്, അവിടെ ഉണ്ടായിരുന്ന കുറെ ഒട്ടകക്കൂട്ടങ്ങൾ, ആ ഒട്ടകക്കൂട്ടങ്ങളെ കൂടെ പിടിച്ചുകൊണ്ട് വരികയാണ്. അവിടെ നിന്നതാ തങ്ങൾ ഓടുന്നു. ഇലാ ഹളറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബിന്റെ സമക്ഷത്തില് ഓടിച്ചെന്നിട്ടു പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോന് വന്നു നബിയേ. പക്ഷേ ആ പൊന്നുമോന്റെ കയ്യിൽ കുറെ ഒട്ടകങ്ങളുണ്ട് നബിയേ. അത് അന്യന്റെ മുതലല്ലേ നബിയേ, അത് ഹറാമിയത്തിന്റെ മുതലല്ലേ നബിയേ, അത് നമുക്ക് എടുക്കാൻ പറ്റോ നബിയേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവര് ശത്രുക്കളാണ്, നിങ്ങളുടെ പൊന്നുമകൻ അവര് പിടിച്ചു കൊണ്ടുപോയതാണ്. അതുകൊണ്ട് ഈ ഉള്ള ഒട്ടകങ്ങളെ ഗനീമത്ത് സ്വത്തുക്കളായി എടുത്തുകൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, പട്ടിണി കിടന്നിരുന്നവരാ, വിഷമത്തിൽ കിടന്നിരുന്നവരാണ്. പടച്ച റബ്ബ് കൊടുത്തത് കണ്ടോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. പ്രിയപ്പെട്ട ഭർത്താവ് വിദേശത്തേക്ക് പോയി വർഷങ്ങളായി, 6 കൊല്ലം 7 കൊല്ലമായി. അല്ലാഹുവേ, ഒരു നിവർത്തിയില്ലല്ലോ. മക്കളെ കെട്ടിക്കാറായിട്ട് കഴിയുന്നില്ലല്ലോ. സ്വന്തമായിട്ട് വീട് വെക്കണമെന്നൊരുങ്ങിയിട്ട് വീടൊന്നും ആവുന്നില്ലല്ലോ. ഇന്ന് ഈ പാതിരാത്രിയില് ഇവിടെ വെച്ചുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ എന്റെ പൊന്നുപെങ്ങളെ വന്ന് ചൊല്ലുക, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. സമ്പത്ത് വന്നാലും ചെല്ലണം, സമ്പത്ത് ചുരുങ്ങിയാലും ചെല്ലണം. ചൊല്ലൂല നിങ്ങൾ ഒന്ന് ഉറക്കം ഇൻഷാ അല്ലാഹ് പറയും. അല്ലാഹു തആല ചൊല്ലാനുള്ള സൗഭാഗ്യം തരട്ടെ. ഞാൻ 2 മണിക്കൂർ എന്തൊക്കെയോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ കേട്ടു. അങ്ങനെ പോയിട്ട് കാര്യമില്ല, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉപകാരത്തിൽ കൊണ്ടുവരണം. പടച്ച റബ്ബ് നമുക്ക് പഠിക്കാനും ഇത് ചൊല്ലാനും ഇതിലൂടെ അല്ലാഹു നമുക്ക് നല്ല പ്രതിഫലവും എത്തിക്കാനും അല്ലാഹു നമുക്ക് സൗഭാഗ്യം തരട്ടെ. ഈ പറഞ്ഞ ദിക്റുകളൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ പഠിക്കണം. ഏതായാലും ഇവിടെ 60-70 കൊല്ലത്തിൻ്റെ ഈ സംഭവം നമ്മൾ പോകും, കുറച്ചേ ഉള്ളൂ. ഈ ലോകത്തുള്ള എല്ലാ സാധനത്തിനും ഗ്യാരണ്ടി ഉണ്ട്. ഈ മൈക്കിന് എത്ര ഗ്യാരണ്ടി ഉണ്ടെന്ന് വെച്ചാൽ നമ്മുടെ മൈക്കിന്റെ മീക്കായിൽ പറയും അതിന് ഇത്ര ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയും. ഇപ്പൊ അല്ലേ, ഇപ്പൊ നമ്മുടെ അതുപോലെ നമ്മുടെ ഈ പരിപാടി അള്ളാന്റെ ദീനാണല്ലോ. ഈ ലൈവ് എടുക്കുന്നത് ഇവര്, ഈ പരിപാടി ഇതും അള്ളാന്റെ ദീനാണ്. അള്ളാന്റെ ദീൻ എത്തിച്ചു കൊടുക്കലാണ്. അവരോട് ചോദിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഖാദർ സാഹിബിനോട് ചോദിച്ചാൽ പറയും അതിന് ഇത്ര കൊല്ലത്തെ ഗ്യാരണ്ടി ഉണ്ട്. ഗ്യാരണ്ടി ഇല്ലാത്തൊരു സാധനം ഏതാ? ഈ ഇരിക്കണം ഞാനും നിങ്ങളേ ഉള്ളൂ. നമുക്കൊരു ഗ്യാരണ്ടി ഇല്ല, എപ്പോഴാ പോവാന്നറിയില്ല. ഏത് സമയം വിളിച്ചാലും പോയേ പറ്റുള്ളൂ, ഏത് സമയം വിളിച്ചാലും പോയേ പറ്റുള്ളൂ. പോയില്ല ഞാൻ ഇപ്പോഴൊന്നും വരൂല എന്നൊന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റൂല. അങ്ങനെ ഒഴിഞ്ഞു മാറാമായിരുന്നുവെങ്കിൽ ആർക്ക് മാറാമായിരുന്നു? ആർക്ക് മാറാം ഒന്ന് പറയും. ആർക്ക് മാറായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉറക്കെ പറയും, മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്നവരാ, ഞാൻ സൂചിപ്പിച്ചു, നിങ്ങൾ ഈ വിഷയത്തിലായി. അതുകൊണ്ടാ ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഓമന മുഹമ്മദീനെ ഓത്തിനായച്ചില്ല, ഓമനിക്കാൻ ബാപ്പ വേണം, ബാപ്പ ജീവിപ്പില്ല. ആമിന ബീവിന്റെ കൽബിൽ നൊമ്പരം പേരോത്ത്, ആറ്റലായ മോനെയോർത്ത് വേദന സഹിച്ച്. ആദരവായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ. അങ്ങനെ ഒഴിഞ്ഞു മാറാൻ പറ്റുമെങ്കിൽ അള്ളാന്റെ ഹബീബും കൊടുത്ത് മാറിയാനെ. റസൂലുള്ളാഹി തങ്ങൾ പോയല്ലോ, ഇന്ന് നമ്മൾ പോകുന്നുണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മദീനത്ത്. അല്ലാഹുവേ, ഞങ്ങൾ അവിടത്തേക്ക് എത്തിക്കണേ പടച്ചോനെ. ഉംറയ്ക്ക് പോയവരൊക്കെ ഒന്ന് കൈവയ്ക്കാൻ നോക്കട്ടെ. ഉംറയ്ക്ക് പോയവര് അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്, അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഇനിയും പോകാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. കഴിഞ്ഞ മാർച്ചില് എന്നോടൊപ്പം ഉംറയ്ക്കുന്ന ഒരു ഉമ്മ, ആ ഉമ്മാന്റെ ഒരു അവസ്ഥ വല്ലാതെ മനസ്സ് പൊട്ടിപ്പോയി. നമ്മൾ 100-300 ആളുകളായി നമ്മളോടൊന്ന് പോയി. അൽഹംദുലില്ലാഹ് വളരെ സന്തോഷത്തിൽ അവിടെ ചെന്നപ്പോ ആ ഉമ്മ എന്നോട് പറഞ്ഞു, മോനെ ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്നറിയോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അൽഹംദുലില്ലാഹ് അള്ളാന്റെ കഴിവുകൊണ്ട് തന്നെയാണ് ഇവിടത്തേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളത്. ആ സമയത്ത് സാധുവായ ആ ഉമ്മ പറഞ്ഞത്, മോനെ ഞാൻ ഈ അടയ്ക്കാന്ന് വെച്ചാരില്ലേ, മറ്റേ പാക്ക് അങ്ങനെ തന്നെ പറ, അടയ്ക്ക വിറ്റിട്ട് എൻ്റെ കുറച്ച് വസ്തു അതിനകത്തുള്ളത് ഞാനിങ്ങനെ വിറ്റിട്ട്
ചിലപ്പോൾ 5 രൂപ കിട്ടും, ചിലപ്പോൾ 10 രൂപ കിട്ടും. അതിട്ട് കൂട്ടി വെച്ചിട്ടാണ് ഞാനല്ല ഒന്നും മേടിച്ച്. അതിങ്ങനെ എനിക്ക് വല്ലാത്തൊരാഗ്രഹമായിരുന്നു. അത് വിറ്റിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. സുബ്ഹാനല്ലാഹ്. നമുക്ക് അല്ലാഹു എത്താനുള്ള സൗഭാഗ്യം തരട്ടെ. മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം, ഉറപ്പിക്കണം. അല്ലാഹുവേ, ഈ സദസ്സിൽ ഇരിക്കുന്നവർ വന്നവരും അവിടെ ഇനി പോകാത്തവർ ഒരുപാടുണ്ടെങ്കിൽ പടച്ച റബ്ബേ നീ എത്തിക്കണേ റഹ്മാനെ. മരിക്കുന്നതിന് മുമ്പ് മദീനത്തിന്റെ മണവാളനെ സ്വപ്നത്തിൽ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. അപ്പൊ അതുകൊണ്ട് സമ്പത്തിനെ ചുരുക്കിയിട്ടും അല്ലാഹു തആല പരീക്ഷിക്കും. ബഹുമാനപ്പെട്ട നബിയുല്ലാഹി അയ്യൂബ് അലൈഹിസ്സലാം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അല്ലാഹു നമുക്ക് തരുന്ന ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, വിഷമത്തിലും ദുഃഖത്തിലും ഒരു സന്തോഷം നമ്മൾ കണ്ടാൽ വല്ലാത്ത സന്തോഷം. വനഖ്സിം മിനൽ അംവാൽ, സമ്പത്തൊക്കെ ചുരുക്കി ആരെ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഇബ്ലീസ് ലഅനത്തുള്ള ഒന്ന് പറയും, നമ്മുടെ കൂട്ടുകാരല്ലത്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈ. ഇബ്ലീസ് എന്താ ചെയ്യുന്നറിയോ? ഇതിപ്പോ നിങ്ങൾ എന്തെങ്കിലും കേട്ട് തൊള്ളാതെ അങ്ങോട്ട് വിഴുങ്ങിയിട്ട് പോകരുത്. എനിക്കും എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടിയെന്ന് എനിക്കൊരു ഉറപ്പ് വേണം, നിങ്ങൾക്കൊരു സന്തോഷം വേണം. അതിനാ ഞാനിവിടെ വന്നത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ, അല്ലാഹു തആല ഖബൂലാക്കുമാറാകട്ടെ. ഇല്ല, ചിലപ്പോൾ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവൂല, നിങ്ങൾ പറഞ്ഞ എനിക്ക് മനസ്സിലാവൂല. ഏതുപോലെ പണ്ട് ഇപ്പം എന്നെ നമ്മളെ ഇവിടെ ഇന്നിപ്പോൾ എന്നെ ഇവിടെ കൊണ്ടുവന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് വാഹനം ഓടിച്ച് കൊണ്ടുവന്നു. അപ്പം നമ്മളിങ്ങനെ ഈ കാസർഗോഡ് ഭാഗത്ത് ഇങ്ങനെ വാതിന് പോയിട്ട് ഒരു കടയിൽ കയറി ചായ കുടിക്കാൻ. അങ്ങനെ ചായക്കട കയറി അങ്ങനെ ഒരു ചായ കുടിച്ചു. ചായ പിന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു എന്താണ് കടിയുള്ളതെന്ന് ചോദിച്ചു. അപ്പോൾ കടി എന്താ ഉള്ളതെന്ന് വെച്ചപ്പോൾ അവിടെ അവരുടെ ഭാഷയാണല്ലോ, അവർ പറഞ്ഞു ബേക്കലച്ചി ഉണ്ട് എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് കേട്ട പാടെ കേൾക്കാതെ പറഞ്ഞു, ഉസ്താദെ നമുക്ക് ആ സാധനം നമ്മൾ കഴിച്ചിട്ടില്ല, അതുകൊണ്ട് അതുകൊണ്ട് അതിൽ നിന്നൊരു 5 എണ്ണം ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. സുബ്ഹാനല്ലാഹ്, നമ്മൾ കാത്തിരിക്കുകയാണ് ചായം വെച്ചിട്ട്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് അവസാനം നല്ല ചൂട് ബേക്കലച്ചി വന്നു. എന്താണെന്നറിയോ ബേക്കലച്ചി? നമ്മുടെ നാട്ടിലെ പഴംപൊരി. സുബ്ഹാനല്ലാഹ്, ഇതുപോലത്തെ അവസ്ഥയൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അതുകൊണ്ട് നിങ്ങൾ എന്താ പറയുക, ഞാൻ എന്താ കേൾക്കുക, അങ്ങനെ പറ്റൂല. മൂപ്പര് പിന്നെ ബേക്കലച്ചി എന്ന് പറഞ്ഞാൽ വഴിക്ക് മൂപ്പര് പോവില്ല. മൂപ്പരുണ്ട് വണ്ടി 2 വണ്ടി കാണാം നമുക്ക്. അള്ളാഹു തആല നമുക്ക് സൗബിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനമുള്ള മുഅ്മിനുകളെ, എല്ലാത്തിലും ഏത് വിഷയത്തിലും എൻ്റെ ഉമ്മമാരാണ് ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടുന്നത്. നന്നായിട്ട് കേക്കിൻ. ഇല്ലെങ്കിൽ പണ്ടൊരു ഉമ്മ പിന്നെ വാളാക്കാൻ വേണ്ടി പോയി. അറിയങ്ങൾക്ക് വാളാക്കാൻ വേണ്ടി പോയത്? ഒരു വയസ്സായ ഉമ്മ എന്നെ പരിശുദ്ധമാക്കപ്പെട്ട വാളിന്റെ സദസ്സിൽ പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് മോളോട് ചോദിച്ചു, മോളെ റസൂലുള്ളാഹിനെ കാണാൻ വല്ല വഴിയുണ്ടോന്ന് ചോദിച്ചു. അപ്പൊ മോള് പറഞ്ഞു, എന്ത് ചോദ്യം എൻ്റെ വല്യമ്മ നിങ്ങൾ ചോദിക്കുന്നത്? അള്ളാഹിന്റെ റസൂലൊക്കെ വഫാത്തായി പോയിട്ട് കൊല്ലങ്ങളായില്ലേ, ഇനി വേണമെങ്കിൽ ഒരുപാട് സ്വലാത്തോ ദിക്റോ ഒക്കെ ചൊല്ലിയിട്ട് വേണമെങ്കിൽ ഇനി നിങ്ങൾക്ക് അള്ളാഹിന്റെ റസൂലിനെ സ്വപ്നത്തിൽ കാണാം. അങ്ങനെ വാള് വെക്കാൻ വേണ്ടി ഇവർ പോണ സ്ഥലമാണ് മലപ്പുറം തിരൂര് എന്ന് പറയുന്ന സ്ഥലമാണ്. അത് മറക്കണ്ട. ഇവിടെ ആ ഒരു സ്ഥലത്തിന്റെ പേര് നന്നായിട്ട് വെച്ചോണേ, മലപ്പുറം തിരൂര്. അങ്ങനെ വാളിന് കേൾക്കാൻ വേണ്ടിട്ട് വാളിന് പോയി, അവിടെ പോയിരുന്നു. അങ്ങനെ വാളിന് വന്നൊരു ഉസ്താദ് ഒരു പാട്ട് പാടി, ഈ ലോകം ജയമണി നബിയുള്ള തിരോമും വന്നേ. ഇത് കേട്ട പാടെ വല്യമ്മ അടുത്തിരിക്കുന്ന പേരെ കുട്ടി ഇങ്ങോട്ട് പിടിച്ചു കൊടുത്ത് 2 എണ്ണം. ഈ കുട്ടി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല വയസ്സായ വല്യമ്മമാര് ഇടിക്കുന്നു. ഉടൻ തന്നെ കുട്ടി ചോദിച്ചു, എന്തിനമ്മ നിങ്ങൾ എന്നെ ഇടിച്ചത്? എടി പഹയത്തി, ഞാൻ നിന്നോട് ചോദിച്ചു അള്ളാന്റെ റസൂലിനെ കാണാൻ പറ്റുമെന്ന്. നീ പറഞ്ഞ് കാണാൻ പറ്റൂല, അള്ളാന്റെ റസൂൽ വഫാത്തായി പോയി, അവിടെ പോയി ഇവിടെ പോയെന്നൊക്കെ. ഉസ്താദ് പറഞ്ഞ കേട്ടോന്ന് ചോദിച്ചു. എന്തേ ഞാൻ കേട്ടില്ല, എന്താ ഉസ്താദ് പറഞ്ഞ? ഉസ്താദ് പറഞ്ഞ അള്ളാന്റെ റസൂല് തിരൂര് വരെ വന്നിട്ട് പോയെന്നാ പറഞ്ഞെന്നാ. പക്ഷെ വല്യമ്മ കേട്ട തെറ്റിപ്പോയതാണ്. ഉസ്താദ് പറഞ്ഞത് അള്ളാന്റെ റസൂലിന്റെ തിരുമുമ്പിൽ ഒരാൾ വന്നെന്നാണ്. പക്ഷെ വല്യമ്മ എന്താ കേട്ടത്? ഈ ഉമ്മമാനെ കാണാൻ വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ മലപ്പുറം തിരൂര് വന്നിട്ട് എന്ന്. ഇതുപോലെ ഉമ്മമാര് വാള് കേൾക്കരുത്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അയ്യൂബ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനോട് ഇബ്ലീസ് ചോദിച്ചു, ലഅനത്തുള്ള. അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവേ, അയ്യൂബ് നിന്നെ ആരാധിക്കുന്നത്, അയ്യൂബ് നിനക്ക് വേണ്ടി നിസ്കരിക്കുന്നത്, സുജൂദ് ചെയ്യുന്നത് നീ അയ്യൂബിന് ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടാണ്, നീ എനിക്കൊരു അവസരം തരാവോ അയ്യൂബിനെ അതിൽ നിന്ന് പിന്മാറ്റിക്കാൻ? അല്ല പറഞ്ഞു, അങ്ങനൊന്നും അല്ല, എന്റെ അയ്യൂബ് അങ്ങനല്ല, എന്റെ അയ്യൂബ് എന്നോട് നന്ദിയുള്ളവനാണ്. പറ്റൂല. അള്ളാഹു നീ ഒന്ന് കുറച്ചു നോക്ക്, അതിനെനിക്കൊരു അവസരം കാട്ട്. ഉടൻ തന്നെ അള്ളാഹു അതിനുള്ള അവസരം കൊടുത്തു. ഇബ്ലീസ് കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, ഓ സഹോദരങ്ങളെ, നമുക്ക് നല്ലൊരു അവസരം കിട്ടി, എല്ലാവരെയും വിളിച്ചിട്ട് അവിടെ നിന്ന് കൊണ്ടുവരികയാണ്. സുബ്ഹാനല്ലാഹ്, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സുജൂദിൽ കിടന്നപ്പോൾ ഊതിയിട്ട് അവിടെ നിന്ന് ശരീരം മുഴുവനും വല്ലാത്തൊരു അസുഖം കൊടുത്തു. പിന്നീട് അവിടെ നിന്ന് മക്കളെ കൊന്നുകളഞ്ഞു, കൃഷികൾ മുഴുവനും നശിപ്പിച്ചു.
എന്നിട്ട് അവിടെ നിന്ന് വന്നിട്ട് പറഞ്ഞു, അയ്യൂബേ, നമ്മുടെ മക്കളെയൊക്കെ ആരോ കൊന്നു കളഞ്ഞിരിക്കുകയാണ്, നമ്മുടെ കൃഷിയൊക്കെ നശിച്ചു പോയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ പറയും പോലെ എന്നാലും അള്ളാഹുവിനത് ചെയ്യാമോന്നല്ല. അൽഹംദുലില്ലാഹ്, അള്ളാഹുവേ, നീ എനിക്ക് തരാതെയല്ലോ, നീ എനിക്ക് തന്നിട്ടാ നീ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്. രോഗം മൂർജിക്കുകയാണ്. ആ സമയത്തും അവിടെ നിന്ന് പടച്ചവനെ കുറിച്ചുള്ള ഓർമ്മയാണ്. വനഖുസിമ്മിനൽ അംവാൽ, സമ്പത്ത് ചുരുങ്ങുമ്പോഴും പടച്ചവനെ പറ്റിയുള്ള ഓർമ്മയാണ്. പിന്നെയോ വൽ അംഫുസ്, പെട്ടെന്ന് പോവാൻ, വൽ അംഫുസ്, അല്ലാഹു പെട്ടെന്നുള്ള മരണം നമ്മളിലേക്ക് ഒന്ന് കൊണ്ടു തരികയാണ്. എപ്പോഴാ പ്രിയപ്പെട്ട മക്കൾ മരിക്കുന്നേന്നറിയൂല. ഇന്നലെ വരെ അമ്മിഞ്ഞ പാല് കൊടുത്തുകൊണ്ടിരുന്ന പ്രിയപ്പെട്ട പൊന്നുമോള് ഉമ്മയുടെ മടിത്തട്ടിൽ ഇരുന്നിട്ട് മരിച്ചുപോയ കഥകൾ നമ്മൾ വായിച്ചു പോയതാണ്. അതുകൊണ്ട് പെട്ടെന്നുള്ള മരണങ്ങൾ വരുമ്പോ പടച്ചവനെ പഴിചാരണ്ട. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊക്കെ കണ്ടുപോയതാ. മാസങ്ങൾ കഴിഞ്ഞൊരു കഥയുണ്ടല്ലോ. സനാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോൾ, ആ പ്രിയപ്പെട്ട പൊന്നുമകൾക്ക് 4.5 വയസ്സല്ലേ പ്രായമുള്ളൂ. ഈ സാധുവായ എന്റെ പൊന്നുമകനിക്കും 4.5 വയസ്സാണെന്ന് പ്രായമുള്ളത്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, 4.5 വയസ്സുള്ള മക്കളുടെ കളി കാണാൻ എന്ത് രസമാ, ആ പ്രിയപ്പെട്ട മക്കളുടെ ചിരി കാണാൻ എന്ത് രസമാ, അവര് ഫോണിലൂടെ സംസാരിച്ചാൽ കേൾക്കാൻ എന്ത് രസമാ. ആ മക്കള് ചിരിച്ചാൽ ആ ചിരി കേൾക്കാൻ നമ്മൾ വീണ്ടും പലതും പറഞ്ഞിട്ട് ചിരിപ്പിക്കാൻ എന്ത് രസമാണ്. എന്റെ പ്രിയപ്പെട്ട ഉപ്പ, സനാ ഫാത്തിമ എന്ന് പറയുന്ന പൊന്നുമോളും മരിച്ചു എന്ന് പറയുമ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, ഇല്ല, എന്റെ പൊന്നുമോളും മരിച്ചുവെന്ന് പറയാ എന്നെ കൊണ്ട് കഴിയില്ല. എന്റെ പൊന്നുമോള് മരിച്ചിട്ടില്ല, എന്റെ പൊന്നുമോള് മരിച്ചിട്ടില്ല, എന്റെ പൊന്നുമോള് മരിച്ചിട്ടില്ല. ദിവസങ്ങൾ കടന്നു പോകുമ്പോഴും ആളുകളോട് പറഞ്ഞു പോയത്, എന്റെ കുട്ടി എവിടെയോ പോയിരിക്കുകയാണ്, എന്റെ കുട്ടി എവിടെയോ പോയിരിക്കുകയോ. എന്റെ പൊന്നുമോള് മരിച്ചെന്ന് പറയല്ല, അവിടെ നതാ പ്രിയപ്പെട്ട ഉപ്പയും കാത്തിരിക്കുന്നു, ഉമ്മയും കാത്തിരിക്കുന്നു. എന്റെ പെങ്ങളെ, വീട്ടിന്റെ മുറ്റത്ത് 4.5 വയസ്സുള്ള കുട്ടി ഒന്ന് കളിച്ചു കൊണ്ടിരുന്നാൽ കൂടെ കൂടെ നമ്മൾ ഇറങ്ങി വന്നിട്ട് നോക്കും. നമ്മൾ വിളിച്ചു പറയും, കുട്ടി അവിടെ നിന്ന് കളിക്കുന്നോ എന്ന് നോക്കാൻ. കാരണം ആ മക്കൾക്കൊന്നും അറിഞ്ഞൂടാ, അവര് പാപപ്പെട്ടവരാണ്. അല്ലാഹുവേ, സനാ ഫാത്തിമ എന്ന് പറയുന്ന പാപപ്പെട്ട പൊന്നുമോളെ കാത്തിട്ട് പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും ഇരിക്കുകയാണ്. വിഷമത്തോടെ നൊമ്പരത്തോടെ കണ്ണുനീരോടിരിക്കുമ്പോ അല്ലാഹുവേ, ആരോ കടന്നു വന്നിട്ട് പൊന്നുമോള് മരിച്ചെന്ന് പറയുമ്പോ അത് താങ്ങാൻ അവരെ കൊണ്ട് പറ്റോ? ഇന്നിവിടെ 4.5 വയസ്സുള്ള മക്കളെ കൊണ്ടുവന്നവരുണ്ട്, 4യും 3 വയസ്സുള്ള മക്കളുള്ള സഹോദരിമാരുണ്ട്. മക്കൾക്ക് പനിയാണെന്ന് പറഞ്ഞാ സഹിക്കാൻ പറ്റോ? അന്ന് ഉറക്കമില്ല, അന്ന് ഉറക്കം വരൂല്ല, അന്ന് വല്ലാത്ത പ്രയാസത്തിലാ. എന്നാൽ ഈ പാവപ്പെട്ട പൊന്നുമകളെ കാത്തിരിക്കുന്ന ഉമ്മാന്റെ മനസ്സെത്ര വേദനയാണ്. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉപ്പാന്റെ ഉമ്മാന്റെ മുമ്പിൽ കൊണ്ടുവരുന്നത് പ്രിയപ്പെട്ട പൊന്നുമകളുടെ മയ്യിത്താണ്, പ്രിയപ്പെട്ട പൊന്നുമകളുടെ മയ്യിത്താണ്. ആ പൊന്നുമകളെ കെട്ടിപ്പിടിച്ചു മുത്തം കൊടുത്ത് പൊട്ടിക്കരഞ്ഞു പോയെങ്കിലോ, മോളെ, ഇനി നിന്റെ കളിയില്ലല്ലോ, ഇനി നിന്റെ ചിരിയില്ലല്ലോ, ഇനി നിന്റെ സന്തോഷമില്ലല്ലോ. ആ പൊന്നുമകൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഇന്നും ആ ഉപ്പ കണ്ടാൽ, ഇന്നും ആ ഉമ്മ കണ്ടാൽ അവരുടെ മനസ്സ് പിടഞ്ഞു പോകുമല്ലോ, അവരുടെ മനസ്സ് പൊട്ടിപ്പോകുമല്ലോ, അവരുടെ മനസ്സ് വല്ലാതെ തേങ്ങി തേങ്ങി കരഞ്ഞു പോകുമല്ലോ. സുബ്ഹാനല്ലാഹ്. കണ്ണൂര് അവിടെ എന്താ കല്ലിക്കണ്ടി എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോകുമ്പോ 9 വയസ്സുള്ള പൊന്നുമോള് മിസ്രിയ, 9 വയസ്സുള്ള മിസ്രിയ എന്ന് പറയുന്ന പൊന്നുമോള് മരിച്ചുപോയി.
ആ പൊന്നുമകളെ പറ്റിയിട്ട് പ്രിയപ്പെട്ട ഉപ്പ പറയുമ്പോൾ വാതോരൂല. ഇതൊക്കെ എന്റെ പൊന്നുമോള് മിസ്രിയുടേതാണ്. അവിടുന്ന് പൊന്നുമകളെ പഠിച്ചിരുന്ന പുസ്തകം എടുത്ത് കാണിക്കുന്നു, പൊന്നുമകളുടെ ബാഗ് എടുത്ത് കാണിക്കുന്നു, പൊന്നുമകൾ വെച്ച് പഠിച്ചിരുന്ന അലമാര കാണിക്കുന്നു, ആ പൊന്നുമകളുടെ തൊപ്പി കാണിക്കുന്നു. ഒരു വാഹനം തന്നെ മേടിച്ചിട്ട് പറഞ്ഞു എന്റെ പൊന്നുമോക്ക് ഇഷ്ടപ്പെട്ട വാഹനമാണ് എന്ന് പറഞ്ഞിട്ട് കരയുന്ന ഹമീദ് എന്ന് പറയുന്ന ഉപ്പയുണ്ട്, ഹമീദ് എന്ന് പറയുന്ന ഉപ്പയുണ്ട്, സുമയ്യ എന്ന് പറയുന്ന ഉമ്മയുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കള് മരിച്ചാൽ അത് താങ്ങാൻ നമ്മളെ കൊണ്ട് കഴിയൂല. ആ മക്കളുടെ ഓരോ ഉടുപ്പ് കണ്ടാൽ അതിനെ വാരിയെടുത്തിട്ട് നമ്മൾ മുത്തം കൊടുക്കുമല്ലോ. അതുകൊണ്ടല്ലേ അലിവര് വന്നിവിടെ വന്നപ്പോ തന്നെ പറഞ്ഞു, ഇബ്രാഹിം നബിയുടെ കഥയുണ്ടല്ലോ, മകനെ അറുക്കാ നേരത്തു മകൻ അവിടെ നിന്ന് ബാപ്പയോട് പറഞ്ഞത്, ബാപ്പാ അറുക്കുന്ന സമയം എന്റെ മുഖത്ത് നോക്കരുതേ, നിങ്ങൾക്ക് അലിവ് തോന്നിയേക്കാം. ബാപ്പക്കും ഉമ്മക്കും മക്കളോട് സ്നേഹമാണ്. എന്ത് വന്നാലും അവരെ കളഞ്ഞിട്ടൊരു പ്രവർത്തനം നമുക്കില്ല. എന്തിനേറെ പ്രിയപ്പെട്ടവരെ, നേരം വെളുത്ത് നമ്മൾ കഴിഞ്ഞ കൊല്ലം വായിച്ചതാണ്. നേരം വെളുത്തതാ പ്രിയപ്പെട്ട പൊന്നുമകളെ ഉമ്മ കുളിപ്പിച്ചു, ആ മകളെ ഒരുക്കി, ആ മകൾക്ക് കണ്ണെഴുതി കൊടുത്തു. പെൺമക്കളെ ഒരുക്കാൻ ഉമ്മമാർക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. അവിടെ നിന്ന് പൊന്നുമകളെ ഒരുക്കിയിട്ട് കുളിപ്പിച്ചിട്ട് അവിടെ നിന്ന് സ്കൂളിൽ പറഞ്ഞു വിടുകയാണ്. സുബ്ഹാനല്ലാഹ്, ആ ഉമ്മ പറഞ്ഞു പോയത് കേൾക്കുമ്പോഴൊന്നും കണ്ണു നിറയുകയാണ്. മകളെ വാഹനത്തിന്റെ ഉള്ളിൽ കയറ്റി ഞങ്ങൾ അവിടെ പോയി ദുആ ചെയ്തു. ആ വീട്ടില് ഉസ്താദേ പൊന്നുമകളെ ഞാൻ അവിടെ നിന്ന് മൊത്തം കൊടുത്ത് സ്കൂൾ വാഹനത്തിൽ കയറ്റി. പ്രിയപ്പെട്ട പൊന്നാര പൊന്നുമോള് ടാറ്റ കാണിച്ചു കൈകൊണ്ട്. വൈകുന്നേരം ഞാൻ കാത്തിരിക്കുന്നു, എന്റെ പൊന്നുമോള് വരുമല്ലോ. എന്റെ പൊന്നുമോക്ക് അവിടെ നിന്ന് അവൾ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കാത്തിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് ഒരാൾ വന്നിട്ട് എന്തോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന കേൾക്കുകയാണ്. 5 മണിയായിട്ട് എന്റെ പൊന്നുമോള് വന്നിട്ടില്ല. രഥാ അവിടെ നിന്ന് 6 മണിയായിട്ട് എന്റെ പൊന്നുമോള് വന്നിട്ടില്ല. മണിക്കൂറുകൾ കഴിഞ്ഞു. എന്റെ മനസ്സ് പൊട്ടി. അല്ലാഹുവേ, എവിടെയാണ് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോള്? കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് വേദനയോടെ മുമ്പരത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് കാത്തിരുന്നു. ഉസ്താദേ, അന്ന് പാതിരാത്രി എന്റെ പൊന്നുമകള് അവിടെ നിന്ന് എപ്പോഴാ വന്നതെന്നറിയോ? എന്റെ പൊന്നുമകളുടെ ശരീരം മുഴുവനും കീറി മുറിച്ചിട്ട് ആ പൊന്നുമകളുടെ ശരീരം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടുവെക്കുമ്പോ ഏതൊരു ഉമ്മയാ തളരാത്തത്, ഏതൊരു ബാപ്പയാ തളരാത്തത്? ആ പൊന്നുമകളുടെ മുമ്പിലേക്കൊന്ന് ചെന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു പോയത്, പൊന്നുമോളേ, നീ മരിച്ചു പോയാലും വാക്ക് വിഷമമില്ലായിരുന്നു. എന്റെ കുഞ്ഞുമോളെ ശരീരം മറുത്തു മുറിച്ചു കീറി എന്ന് പറയുമ്പോ അത് താങ്ങാൻ പറ്റൂല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞിട്ട് ഇന്നും എന്റെ പൊന്നുമോള് പോകുന്ന ആ ഒരു സമയമാകുമ്പോൾ എന്റെ പൊന്നുമകളുടെ സ്കൂൾ ബസ് കാണുമ്പോൾ ഞാൻ ഇറങ്ങി വെളിയിലേക്ക് പോയിട്ട് നോക്കാറുണ്ടതില്. എന്തിനെന്നറിയോ? എന്റെ കുഞ്ഞുമോളില്ലെങ്കിലും എന്റെ പൊന്നുമകളെ ഓർക്കാനാണ്. ഇന്നും അവളുടെ ഡ്രസ് എടുക്കുമ്പോൾ എനിക്ക് കണ്ണുനീരാ. ഇന്നെനിക്ക് വിഷമമാണെന്ന് പറഞ്ഞു പോയെങ്കിൽ അവിടെ നിന്ന് ഖുർആൻ പറയാ, അല്ലാഹു കുടുംബത്തിൽ പെട്ടെന്ന് മരണം തന്നിട്ട് അല്ലാഹു പരീക്ഷിക്കുകയാ. എന്തിനാണ് എപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ ഒരു സ്വഹാബി ഒരു കുട്ടിയെയും കയ്യിൽ പിടിച്ചുകൊണ്ട് കടന്നു വരുമായിരുന്നു. യാ അല്ലാഹ്, ആ കുട്ടി എപ്പോഴും കടന്നു വന്നിട്ട് മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലിരിക്കും. അല്ലാഹുവിന്റെ റസൂലിനെ കാണും, മുസ്തഫ നബി തങ്ങളെ കാണുമ്പോ ചിരിക്കും. ആ പ്രിയപ്പെട്ട കുട്ടി ഇങ്ങനെ കാത്തിരിക്കുകയാ. പ്രിയപ്പെട്ട ഉപ്പ നിസ്കരിക്കുമ്പോ ഉപ്പാന്റെ തോളത്ത് കയറിയിരിക്കും. ഉപ്പ എന്തെങ്കിലും ചെയ്താൽ അതിനോടൊപ്പം ഉപ്പയോടൊപ്പം ചാടിക്കളിക്കും. അങ്ങനെ ഉള്ള പ്രിയപ്പെട്ട പൊന്നുമോ പല ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വരുമ്പോ
റസൂലുള്ള കാത്തിരിക്കും ആ പൊന്നുമകനെ. ആ മകന്റെ ചിരി കാണാ, ആ മകന്റെ കളി കാണാ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാത്തിരിക്കുമായിരുന്നു. ഒരു വേള റസൂലുള്ളാഹി തങ്ങൾ പ്രിയപ്പെട്ട സ്വഹാബത്തിനോട് ചോദിച്ചു പോവുകയാ, പ്രിയപ്പെട്ട സ്വഹാബ, എപ്പോഴും ഒരു മകനെ പിടിച്ചു കൊണ്ടുവരുന്ന ഒരു സ്വഹാബിയുണ്ടല്ലോ, ആ സ്വഹാബി എവിടെ സ്വഹാബ? ആ പ്രിയപ്പെട്ട സ്വഹാബിയുടെ കുഞ്ഞു മകനെ കാണാൻ കണ്ണു കൊതിക്കുകയാണ് എന്നവിടെന്ന് പറയുന്ന സമയം അല്ലാഹുവേ മനസ്സുവല്ലാതെ പൊട്ടിപ്പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ആ പ്രിയപ്പെട്ട സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുകയാ, യാ റസൂലല്ലാഹ്, ആ പ്രിയപ്പെട്ട പൊന്നുമോന് മരിച്ചു നബിയേ, ആ പൊന്നുമോന് മരിച്ചു പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് ആ സ്വഹാബിയുടെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുകയാണ്. അവിടെ ചെന്നിട്ട് ചോദിക്കുമ്പോ ആ സ്വഹാബിയെ കാണിച്ചു കൊടുക്കുന്നു. സുബ്ഹാനല്ലാഹ്, ആ സ്വഹാബി ഒരറ്റത്തു മാറിയിരുന്നിട്ട് കരയുകയാണ്. അല്ലാഹുവേ, ആര് കണ്ടാലും കരഞ്ഞു പോകുന്ന രംഗമാണല്ലോ. മാറിയിരുന്നു കൊണ്ട് കരയുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചെന്നിട്ട് വിളിക്കുകയാണ്. വിളിച്ചിട്ട് കരയല്ല, ആ സമയത്ത് വിഷമത്തോടെ പറഞ്ഞു, നബിയേ, എന്റെ പൊന്നുമോനും മരിച്ചു നബിയേ, എന്റെ കുട്ടി മരിച്ചു നബിയേ, എന്റെ പൊന്നുമോന്റെ കളി ഇനി കാണൂല, എന്റെ പൊന്നുമോന്റെ ചിരി ഇനി കാണൂല. ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ലോകത്തോട് വിട പറഞ്ഞു നബിയേ. ആ സമയത്ത് ലോകത്തിന്റെ രാജകുമാരൻ അവിടെന്ന് പറഞ്ഞു കൊടുത്തത്, പ്രിയപ്പെട്ട സ്വഹാബാ, ക്ഷമിച്ചൂടെ? ആ സമയത്ത് പറയുന്ന റസൂലല്ലാഹ്, എങ്ങനെ ക്ഷമിക്കാനാണ്, കൊച്ചുമകനല്ലേ, ആ പൊന്നുമോന് മരിച്ചു പോയാൽ എങ്ങനെ ക്ഷമിക്കും? അവന്റെ കളി കണ്ടാൽ എങ്ങനെ ക്ഷമിക്കും? അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ആ പൊന്നുമകൻ നിന്നെ പോലെ ജീവിച്ചിരുന്നിട്ട് സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ എന്നറിയാതെ മരിച്ചു പോകുന്നതിനേക്കാൾ നാളെ നീ മരിച്ചിട്ട് പടച്ചവന്റെ കോടതിയിലേക്കൊന്ന് കടന്നു പോകുമ്പോ അവിടെ എന്റെ ബാപ്പാനെ വിളിച്ചിട്ട് സ്വർഗത്തിന്റെ കവാടങ്ങളിൽ കാത്തു നിൽക്കുന്ന ഒരു മകനെയല്ലേ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? എന്നാൽ വബശ്ശിരി സ്വാബിരീൻ, നിങ്ങൾ ക്ഷമിച്ചു പോയാൽ നാളെ നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് അവിടെ സന്തോഷകരമായി കടന്നു വരുമെന്ന് പറഞ്ഞു പോയെങ്കിലോ, ഒരു പെണ്ണിന്റെ ചാരത്തുകൂടെ റസൂലുള്ളാഹി തങ്ങൾ കടന്നു പോകുമ്പോ ഈ പെണ്ണിരുന്നിട്ട് കരയുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കും, എന്തിനാ ഈ പെണ്ണ് കരയുന്നത്? റസൂലേ, ആ പെണ്ണിന്റെ കുട്ടി മരിച്ചു, ആ കുട്ടി മരിച്ചത് കൊണ്ടാണ് കരയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മോളെ, ഇത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെന്ന് പറയാ, നീ സഹിച്ചാൽ, നീ ക്ഷമിച്ചാൽ പടച്ച റബ്ബ് നിനക്ക് സന്തോഷം തരും മോളെ. റസൂലുള്ളാഹി ആണെന്നറിയാതെ ആ പെണ്ണ് പറയാ, നിങ്ങൾക്കത് പറയാ, മരിച്ചതെന്റെ കുട്ടിയല്ലേ, മരിച്ചതെന്റെ കുട്ടിയല്ലേ, നിങ്ങൾക്കത് പറയാ എന്ന് പറഞ്ഞുകൊണ്ട് വേദനയോടെ നൊമ്പരത്തോടെ അവിടെന്ന് പറഞ്ഞു. പിന്നീട് ആരോ പറഞ്ഞു, മോളയാ കടന്നു വന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. ഈ പെണ്ണ് ഓടുകയാ ഇലാ ഹളറത്തി റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമക്ഷത്തിൽ ചെന്നിട്ട് പറയാ, റസൂലേ, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്ക് പൊരുത്തപ്പെട്ട് തരണം നബിയേ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പെട്ടെന്ന് കുടുംബത്തിലൊരു മരണം വന്നു പോയാൽ, പെട്ടെന്ന് ഉമ്മ മരിച്ചു പോയാൽ, പെട്ടെന്ന് ബാപ്പ മരിച്ചു പോയാൽ, പെട്ടെന്ന് സഹോദരങ്ങൾ മരിച്ചു പോയാ, എന്നാലും അല്ലാഹു ഇങ്ങനെ ചെയ്തല്ലോ എന്ന് പറഞ്ഞിട്ട് പടച്ചവനെ കുറ്റപ്പെടുത്താതെ അവിടെ വെച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകളെ അറിയാം.
പ്രിയപ്പെട്ട ബാപ്പ മരിച്ചു, പ്രിയപ്പെട്ട ഉമ്മയും മരിച്ചു. രണ്ടുപേര് ഒരു വാഹനാപകടത്തിൽ മരിച്ചിട്ട് ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ പ്രഭാഷണത്തിന് പോകുമ്പോ എന്റെ മുമ്പിലേക്കൊന്ന് കൊണ്ടു നിർത്തിയിട്ട് ആ പ്രിയപ്പെട്ട ആ മക്കളുടെ എളാപ്പ എന്നോട് പറഞ്ഞത്, കൊച്ചാപ്പ എന്നോട് പറഞ്ഞു പോയത്, ഉസ്താദേ, ബാപ്പയും ഉമ്മയും ഇല്ലാത്ത മക്കളാണിവര്. ഇവരെ കാണുമ്പോഴും മനസ്സ് വേദനിച്ചു പോവുകയാണ്. ഇവരുടെ മനസ്സ് വല്ലാത്ത നൊമ്പരമാണ്. അതുകൊണ്ട് ഇവരെപ്പോഴും വിഷമിക്കുന്നൊരു സമയമുണ്ട്. എപ്പോഴും വന്നിട്ട് ഉമ്മച്ചി എവിടെയെന്ന് ചോദിക്കുമ്പോ, ബാപ്പ എവിടെന്ന് ചോദിക്കുമ്പോ കൊടുക്കാനും മറുപടിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ പോലും പൊട്ടിക്കരയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയാ, വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാ. അല്ലാഹു പെട്ടെന്ന് രോഗം തന്ന്, വിഷമം തന്ന്, കണ്ണുനീരുകൾ തന്നിട്ട് പടച്ചറപ്പ് നമ്മളെ പരീക്ഷിക്കുമ്പോഴും അല്ലാഹുവിനെ പഴിചാരാതെ അൽഹംദുലില്ലാഹ് എന്നവിടന്ന് പറഞ്ഞു പോയാൽ അല്ലാഹുവേ അവൻ വിജയിച്ചുവെന്നാ പറഞ്ഞത്. അതിന് പകരം അല്ലാഹു കൊടുക്കുന്നത് വബശ്ശിരിസ് സ്വാബിരീൻ. ഈ പരീക്ഷണങ്ങളിലൊക്കെ നമ്മൾ സഹിച്ചു പോയാൽ, ക്ഷമിച്ചു പോയാൽ അല്ലാഹു നമുക്ക് തരുന്നത് സ്വർഗമാണ്. ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്ന് കാല് മുറിച്ചു മാറ്റി, അവിടെ നിന്ന് കവളിന്റെ ഒരു ഭാഗം എടുത്തു മാറ്റി, ഒരു കണ്ണെടുത്തു മാറ്റി. അൽഹംദുലില്ലാഹ്, ആ പരീക്ഷണത്തിന്റെ സമയത്തും അല്ലാഹുവേ നിനക്കാണ് സ്തുതി എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിനെ വന്ന് സ്തുതിച്ചു പോയാൽ അൽഹംദുലില്ലാഹ് അവൻ വിജയിച്ചു വന്നാണ്. അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അല്ലാഹുവേ, ഏത് പരീക്ഷണങ്ങൾ വന്നാലും നിന്നെ കുറ്റപ്പെടുത്താത്ത, നിനക്ക് വേണ്ടി ഹംദ് പറയുന്ന, നിന്നെ ഓർത്തുകൊണ്ട് കഴിഞ്ഞുകൂടുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ, അല്ലാഹു ഈ സദസ്സിലേക്കൊന്ന് കടന്നു വന്ന് നിറഞ്ഞ മനസ്സോടിരുന്നവർ അല്ലാ, ഇവരെ ആരെയും നീ മോശമാക്കല്ല അല്ലാ. നീ തരുന്ന ഏത് കാര്യത്തിലാണോ അതിനെ ക്ഷമയോടെ കൊണ്ടുപോകാനുള്ള മനക്കരുത്ത് നീ കൊടുക്കണേ അല്ലാ. ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്തല്ലാഹു തന്നാലും അതിലൊക്കെ നമ്മളൊന്ന് സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്താൽ അതിലൂടെ അല്ലാഹു നമുക്ക് തരുന്ന സ്വർഗീയ ലോകമാണ് എന്ന് പഠിപ്പിച്ചത് മദീനത്തിന്റെ രാജകുമാരൻ നബിയുന വഹബീബുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മളെ ഖബൂലാക്കുമാറാകട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു മരുന്ന് ഈ സദസ്സിന് പഠിപ്പിച്ചു തരാമെന്ന്. പറയട്ടെ പറയാന്നുള്ളവരൊന്ന് കൈവയ്ക്ക് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ആർക്കും ഇത് എന്റെ വാക്കല്ല, ഇവിടെ ഇരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ വാക്കല്ല. ഒരിക്കലും കളവ് പറയാത്ത മദീനത്തിന്റെ രാജകുമാരൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വളരെ അരിസാലത്തിന്റെ ചുണ്ടിലൂടെ കടന്നു വന്ന ഒരു പരിശുദ്ധമാക്കപ്പെട്ടൊരു വാക്കാണ്. ഒരാൾ പനി പിടിച്ച് കിടക്കാൻ, രോഗമായി കിടക്കാൻ, മക്കളാകട്ടെ, ഭാര്യയാകട്ടെ, ആരാകട്ടെ, പനി പിടിച്ചു കിടക്കുമ്പോ ആ പനി പിടിച്ചു കിടക്കുന്ന ആൾക്കെന്താ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തതെന്നറിയോ? കാനൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു ഇംദൽ ഹുമ്മാ വമിനൽ ഔജാഇ കുല്ലിഹാ. ശരീരമാസകലം വേദന വരുമ്പോ, ശരീരത്തു നൊമ്പരം വരുമ്പോ, പനി പിടിച്ച് പൊരിഞ്ഞു കിടക്കുമ്പോ അവിടുന്ന് റസൂലുള്ളാഹി തങ്ങൾ ചൊല്ലുമായിരുന്നു ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അളീമി മിൻ ശർരി കുല്ലി ഇർഖിൻ നആരിൻ വമിൻ ശർരി ഹർരിൻ നാർ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, പനി പിടിച്ച് ഹോസ്പിറ്റലിൽ പോയി, വല്ലാത്ത വിഷമമായി,
നൊമ്പരമായി കണ്ണുനീരോട് നമ്മളൊക്കെ കടന്നു പോകുന്നവരാണ്. 1000 10,000 ഒരൊറ്റ പനി വരുമ്പോ വാരിയെറിയുകയാണ്. എന്നാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തത്, പനി വന്നു കഴിഞ്ഞാ ബിസ്മില്ലാഹിൽ കബീരി അഊദു ബില്ലാഹിൽ അളീമി മിൻ ശർരി കുല്ലി ഇർഖിൻ ആരിൻ വമിൻ ശർരി ഹർരിൻ നാർ. അല്ലാഹുവേ, ഈ ഒരു ദുആ ഒരാൾ ഓതി മന്ത്രിച്ച അല്ലാഹുവിന്റെ പനി മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞു പോയത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊക്കെ പറയുമ്പോഴും ഇതിനൊക്കെ നമ്മുടെ മൊബൈലിൽ ഉണ്ടെന്നത്. ഇതിനൊക്കെ നമ്മുടെ മൊബൈൽ ഒന്ന് ഓണാക്കണം, ഓണാക്കിയിട്ടൊന്ന് പിടിക്കണം. അത് പിടിച്ചിട്ട് വീട്ടിൽ പോയിട്ട് എഴുതിയെടുക്കുക. 1-2 ദിവസം അതൊന്ന് ചൊല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. പിന്നീട് അൽഹംദുലില്ലാഹ് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പറയും. അല്ലെ, പനി വരുമ്പോ മക്കൾക്ക് പെട്ടെന്ന് പനി വന്നു, തലവേദന വന്നു, എടുത്തിട്ട് കൊണ്ടാണ് ഹോസ്പിറ്റലിൽ. അതിനു മുമ്പ് ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പഠിപ്പിച്ചു കൊടുത്തതാണ്. ഓരോന്നിനും മുസ്തഫ നബി തങ്ങൾ പലതും പഠിപ്പിച്ചിട്ടുണ്ട്, ഓരോ കാര്യത്തിനും. ഇനി ഒരാൾക്ക് ഇനി പല്ലുവേദന വന്നിട്ട് വല്ലാത്തൊരു നൊമ്പരായി, വല്ലാത്തൊരു പ്രയാസായി, അനുഭവിക്കാൻ വേദന കൊണ്ട് സഹിക്കാൻ കഴിയണില്ല. ആ സമയത്ത് എന്താ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തത്? അനിബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അവിടുന്ന് വ്യക്തമായിട്ട് പറയാ, അന്ന റജുലൻ ശക്കാ ഇലാ റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആവലാദിയുമായി കടന്നു വരികയാ. എന്താണ് ആവലാദി എന്നറിയോ? ബിവജ്ഇൽ ലർഫ്, പല്ലുവേദന കൂടിയിട്ടാൻ സഹിക്കാൻ കഴിയുന്നില്ല, ഒന്നും കഴിക്കാൻ കഴിയുന്നില്ല. ഫറകാഹു റസൂലുള്ളാഹ്, ആ സമയത്ത് ലോകത്തിന്റെ രാജകുമാരൻ മന്ത്രിച്ചു കൊടുത്തു. ഫഖാല, എങ്ങനെയാ റസൂലുള്ളാഹി തങ്ങൾ മന്ത്രിച്ചത്? ഉസ്കുനി അയ്യതുഹർരീഹ് അസ്കംതുക ബില്ലദീ സകന ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവസ് സമീഉൽ അലീം. നമുക്കും അത് ചെല്ലാം. വേദന വരുന്ന സ്ഥലം എവിടെയാണ് വേദന ഉള്ളത്, ആ വേദന ഉള്ള ഭാഗത്തൊന്ന് വെക്കുക, ഒന്ന് കൈവച്ചുകൊണ്ട് ചൊല്ലുക, ഉസ്കുനി അയ്യതുഹർരീ അസ്കംതുക ബില്ലദീ സകന ലഹു മാ ഫിസ് സമാവാതി വൽ അർള് വഹുവസ് സമീഉൽ അലീം. ഈ ദുആകൾ നമ്മൾ ചൊല്ലണം, നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു കൊണ്ടുവരാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വളരെ ചുരുങ്ങിയേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഉള്ള സമയത്ത് ഇത്രയും നേരം വളരെ സന്തോഷത്തോടെ ക്ഷമയോടെ ഈ കടന്നു വന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളിൽപ്പെട്ട പലരുടെയും ഉപ്പമാരും ഉമ്മമാരും മരിച്ചുപോയവരാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവർ നമുക്ക് ഒരുപാട് സ്നേഹം തന്നവരാണ്, ഒരുപാട് സന്തോഷം തന്നവരാണ്. അവരെ പറ്റി വാളു പറയാൻ, എനിക്ക് മാതാപിതാക്കളെ പറ്റി വാളു പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ എല്ലാ വാളിലും മാതാവിനും പിതാവിനും ഞാൻ എടുത്തു വെക്കാറുണ്ട്, പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലൊക്കെ ഒരു അവസരം കിട്ടും നമുക്ക് മാതാപിതാക്കളെ പറ്റി പറയണം. അള്ളാഹു പഠിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് ലോകത്തിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ബാപ്പ അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. അങ്ങനെ കടന്നു പോയാൽ വളരെ സന്തോഷം അള്ളാഹു നമുക്ക് തരും. ആ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി നിങ്ങൾ ഹദിയ ചെയ്യണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വളരെ ചുരുങ്ങിയേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഈ ഉള്ള സമയത്ത് ഇത്രയും നേരം വളരെ സന്തോഷത്തോടെ ക്ഷമയോടെ ഈ കടന്നു വന്നവരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നമ്മളിൽപ്പെട്ട പലരുടെയും ഉപ്പമാരും ഉമ്മമാരും മരിച്ചുപോയവരാണ്. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അള്ളാഹു അവർക്ക് മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. അവർ നമുക്ക് ഒരുപാട് സ്നേഹം തന്നവരാണ്, ഒരുപാട് സന്തോഷം തന്നവരാണ്. അവരെ പറ്റി വാളു പറയാൻ, എനിക്ക് മാതാപിതാക്കളെ പറ്റി വാളു പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എൻ്റെ എല്ലാ വാളിലും മാതാവിനും പിതാവിനും ഞാൻ എടുത്തു വെക്കാറുണ്ട്, പക്ഷെ ഇവിടെ അത് പറഞ്ഞിട്ടില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് ഇനി എപ്പോഴെങ്കിലൊക്കെ ഒരു അവസരം കിട്ടും നമുക്ക് മാതാപിതാക്കളെ പറ്റി പറയണം. അള്ളാഹു പഠിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ നിങ്ങളോട് പറയാം, നമുക്ക് ലോകത്തിന്റെ രാജകുമാരനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഉമ്മ നിങ്ങളുടെ ബാപ്പ
അവരെ സ്നേഹിക്കണം, അവരെ ബഹുമാനിക്കണം. അങ്ങനെ കടന്നു പോയാൽ വളരെ സന്തോഷം അല്ലാഹു നമുക്ക് തരും. ആ ബാപ്പക്കും ഉമ്മക്കും വേണ്ടി നിങ്ങൾ ഹദിയ ചെയ്യണമെന്നാണ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി